Dear students, welcome to Business Studies class. കഴിഞ്ഞ ആഴ്ച നമ്മൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനെ കുറിച്ച് പഠിച്ചു. 3 തരത്തിലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. 1 ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, 2 സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, 3 ഗവൺമെന്റ് കമ്പനീസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്ലോബൽ എന്റർപ്രൈസസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനെ കുറിച്ചാണ്. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണുകൾ, സാംസങ്ങിന്റെ ഫോണുണ്ട്. ഓക്കെ, അപ്പോൾ സോണിയുടെ ടെലിവിഷൻസ് ഉപയോഗിക്കുന്നുണ്ട്, LG ഉപയോഗിക്കുന്നുണ്ട്, പല ബ്രാൻഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രാൻഡുകളൊക്കെ ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, ലോകം മുഴുവനും ഇവർക്ക് ബിസിനസ് നെറ്റ്വർക്ക് ഉണ്ട്. അപ്പം ഇതുപോലെ ലോകം മുഴുവൻ വിവിധ രാജ്യങ്ങളിൽ ബിസിനസ് നെറ്റ്വർക്കുള്ള വൻകിട കമ്പനികളെയാണ് നമ്മൾ ഗ്ലോബൽ എന്റർപ്രൈസസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഫോക്സ് വാഗൻ കാറുകൾ, ഓക്കെ, ടാറ്റ, ഇതൊക്കെ ഒന്നിലധികം വിവിധ രാജ്യങ്ങളിൽ അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് നടത്തുന്ന കമ്പനികളാണ്. അപ്പോൾ ഇതൊക്കെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്നാണ് ഇവരെ പറയുന്നത്. സോ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ MNCs, they are gigantic corporations which have operations in a number of countries. So they are characterized by huge size. അവരുടെ സൈസ് വലിയ സൈസ് ആയിരിക്കും. അതുപോലെ they will have large number of products and they use advanced technology and they have sophisticated marketing strategies and network of operations all over the world. വലിയ കമ്പനികളാണ്. അവരുടെ ധാരാളം പ്രൊഡക്റ്റുകൾ അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജിയാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. വളരെ എഫിഷ്യൻ്റ് ആയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അവർക്കുണ്ട്. ആൻഡ് ദേ ഹാവ് നെറ്റ്വർക്ക് ഓഫ് ഓപ്പറേഷൻസ് അക്രോസ് ഡിഫറെൻറ്റ് കൺട്രീസ്. Then global enterprises are huge industrial organizations which extend their industrial and marketing operations through a network of their branches in several countries. ഇപ്പോൾ ധാരാളം ഒന്നിലധികം രാജ്യങ്ങളിൽ നെറ്റ്വർക്ക് സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ഇൻഡസ്ട്രിയൽ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന വലിയ സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഗ്ലോബൽ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഈ ഗ്ലോബൽ എന്റർപ്രൈസസിന്റെ ഈ ബ്രാഞ്ചുകളെ മജോറിറ്റി ഓൺഡ് ഫോറിൻ അഫിലിയേറ്റ്സ് എന്നാണ് പറയുന്നത്. മജോറിറ്റി ഓൺഡ് ഫോറിൻ അഫിലിയേറ്റ്സ്, MOFA എന്നാണ് ഇവരുടെ വിദേശത്തുള്ള ബ്രാഞ്ചുകൾ അറിയപ്പെടുന്നത്. ഓക്കെ, ദ ബ്രാഞ്ചസ് ഓഫ് ഗ്ലോബൽ എന്റർപ്രൈസസ് ആർ commonly called majority owned foreign affiliates. നമുക്ക് ഗ്ലോബൽ എന്റർപ്രൈസസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്, ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ്. ദ ഗ്ലോബൽ എന്റർപ്രൈസസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ possessing huge financial resources. അവർക്ക് ഓൾറെഡി ലാർജ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, ഇനി അധികം ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇനിയും ആവശ്യമുണ്ടെങ്കിലോ ഇറ്റ് ഈസ് ഈസി ഫോർ ദം ടു റേസ് ഫണ്ട്സ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. വ്യത്യസ്ത സോഴ്സിൽ നിന്ന് ഇനിയും അവർക്ക് അഡീഷണൽ ഫണ്ട് റേസ് ചെയ്യാൻ കഴിയും എന്നതാണ് ഇവരുടെ ഒന്നാമത്തെ പ്രത്യേകത. ഹ്യൂജ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ്. സെക്കൻഡ് ഈസ് ഫോറിൻ കൊളാബറേഷൻ. ഗ്ലോബൽ എന്റർപ്രൈസസ് enters into agreement with Indian companies. ഇന്ത്യൻ കമ്പനികളുമായിട്ട് വിദേശ കമ്പനികൾ എഗ്രിമെന്റിലെത്തും. എന്തിനു വേണ്ടിയായിരിക്കും? ഫോർ ദ സെയിൽ ഓഫ് ടെക്നോളജി, അവരുടെ ടെക്നോളജി വിൽക്കുന്നതിന്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ കമ്പനികളുമായിട്ട് കൊളാബറേഷനിൽ ഏർപ്പെടും. ഓക്കെ, ഫോറിൻ കമ്പനീസ് enter into collaborations. Global enterprises enter into collaborations with Indian companies for the sale of technology, production of goods and use of brand names, etc. So government is encouraging
all the companies to manufacture products in India. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു മേക്ക് ഇൻ ഇന്ത്യയെ കുറിച്ച്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനാണ് ഗവൺമെന്റ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ വിദേശത്ത് നിന്ന് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ ആ ഉൽപ്പന്നം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വിദേശ കമ്പനികൾ ഇന്ത്യയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ they have the possibility to enter into collaborations with the Indian companies. ഇന്ത്യൻ കമ്പനികളുമായിട്ട് എഗ്രിമെന്റിലെത്തുക. ആ ഉൽപ്പന്നം ഇന്ത്യൻ കമ്പനികളുമായി ചേർന്ന് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക. ആ വിദേശ ഗ്ലോബൽ ആ മൾട്ടിനാഷണൽ കമ്പനിയുടെ ബ്രാൻഡ് നെയിമിൽ ഇന്ത്യയിൽ വിൽക്കുക. അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് അവരുടെ ബ്രാൻഡ് നെയിം ഉപയോഗിച്ച് ഇന്ത്യയിൽ വിൽക്കുക. ഓക്കെ, ഇതാണ് ഫോറിൻ കൊളാബറേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് അഡ്വാൻസ്ഡ് ടെക്നോളജി. ദീസ് എന്റർപ്രൈസസ് പോസസ് ദ അഡ്വാൻസ്ഡ് ടെക്നോളജീസ്. ലോകത്തിലുള്ള ഏറ്റവും മോഡേൺ ആയ ടെക്നോളജിയാണ് ഈ കമ്പനികൾക്ക് ഉള്ളത്. ആൻഡ് ദേ ക്യാൻ കൺഫേം ടു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ. ഏത് രാജ്യത്തിന്റെയും സ്റ്റാൻഡേർഡ്സും അവരുടെ ക്വാളിറ്റി സ്പെസിഫിക്കേഷനും മീറ്റ് ചെയ്യാൻ ഇത്തരം കമ്പനികൾക്ക് കഴിയും. ദെൻ ഫോർത്ത്, പ്രൊഡക്റ്റ് ഇന്നോവേഷൻ. സോ ദേ ഹാവ് a good research and development department. ഈ research and development department will find new products. They will introduce new products in the market. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ എഫിഷ്യന്റ് ആണ്. അതുകൊണ്ട് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ അവർക്ക് മാർക്കറ്റിൽ ഇറക്കാൻ കഴിയും എന്നതാണ് ഈ ഗ്ലോബൽ എന്റർപ്രൈസിന്റെ മറ്റൊരു പ്രത്യേകത. ദെൻ ഫിഫ്ത്ത് ഫീച്ചർ ഈസ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. The marketing strategies of global enterprises are more effective than other companies. മറ്റ് കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഗ്ലോബൽ എന്റർപ്രൈസസിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വളരെ എഫക്റ്റീവ് ആണ്. They possess more reliable and up-to-date market information system. ഇപ്പോൾ വളരെ എഫിഷ്യന്റ് ആയ അല്ലെങ്കിൽ റിലയബിൾ ആയ മാർക്കറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഇത്തരം കമ്പനികൾക്ക് ഉണ്ട്. അപ്പോൾ ഒരു മാർക്കറ്റിന്റെ പൾസ് എന്താണ് എന്ന് വ്യക്തമായിട്ട് ഈ കമ്പനികൾക്ക് അറിയാൻ സാധ്യതകൾ ഉണ്ട്. Then sixth, expansion of market territory. So their operations and activities extend beyond the physical boundaries of their own countries. മാർക്കറ്റിംഗ് ടെറിട്ടറി ഒരു രാജ്യത്തിന് അവരുടെ സ്വന്തം രാജ്യത്ത് മാത്രം ഒതുങ്ങുന്നില്ല. ഓക്കെ, their marketing or market territory extends beyond their own countries. ഇതാണ് ആറാമത്തെ പ്രത്യേകത. ഏഴാമത്തെ പ്രത്യേകത സെൻട്രലൈസ്ഡ് കൺട്രോൾ. They have their headquarters in their home country. അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അവരുടെ ഹോം കൺട്രിയിലാണ്. ആ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ് അവർ ലോകം മുഴുവനുമുള്ള ബിസിനസ്സുകൾ അവരുടെ ബ്രാഞ്ചുകളെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, all the branches and subsidiaries are controlled from their headquarters in the home country. So these are the features of global enterprises or multinational corporations. Next നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോയിന്റ് വെഞ്ചേഴ്സ് എന്താണ് എന്നാണ്. ജോയിന്റ് വെഞ്ചേഴ്സിന്റെ പ്രത്യേകതകൾ. ഓക്കെ, ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് ബിസിനസ്സുകൾ പരസ്പരം ജോയിൻ ചെയ്യുന്നു. ജോയിൻ ടുഗെദർ and they form one, either they form one business or they join together to run a business. So when two businesses agree to join together for a common purpose and mutual benefit, it gives rise to a joint venture. രണ്ട് ബിസിനസ്സുകൾ ഒന്നിച്ച് ജോയിൻ ചെയ്യുന്നു for a common purpose and mutual benefit. That gives rise to a joint venture. ഒരു ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴില്ല മുൻപുണ്ടായിരുന്ന ഹീറോ ഹോണ്ട. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഹീറോ എന്താണ്, ഹോണ്ട എന്താണ്. രണ്ടും രണ്ട് കമ്പനികളാണെന്ന് അറിയാം അല്ലെ. മുൻപ് നമുക്ക് ഇപ്പോഴും ഹീറോ ഹോണ്ട ബൈക്കുകൾ നിങ്ങൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഹീറോ ഹോണ്ട, ഈ ഹീറോ ഹോണ്ട ഒരു ജോയിന്റ് വെഞ്ചറായി. ഓക്കെ, പിന്നീട് അവര് രണ്ടുപേരും സെപ്പറേറ്റ് ബിസിനസ് റൺ ചെയ്യാൻ തുടങ്ങി, ജോയിന്റ് വെഞ്ചർ അവസാനിപ്പിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്യുന്നു, രണ്ട് ബിസിനസ്സുകൾ ജോയിൻ ചെയ്യുന്നു ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി.
ഒരു മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടി രണ്ട് ബിസിനസ്സുകൾ ജോയിൻ ചെയ്യും. അപ്പോഴാണ് ഒരു ജോയിന്റ് വെഞ്ചർ ഫോം ചെയ്യുന്നത്. Businesses of any size can use joint ventures to strengthen long-term relationships or collaborate on short-term projects. ഏത് സൈസിലുള്ള ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ ബിസിനസ്സുകൾ ആണെങ്കിൽ they can join together. They can enter into joint ventures either for ലോങ് ടേം റിലേഷൻഷിപ്പ്. ഈ ജോയിന്റ് വെഞ്ചർ ഒന്നുകിൽ ലോങ് ടേം റിലേഷൻഷിപ്പിന് വേണ്ടി ആവാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം പ്രൊജക്ടിന് വേണ്ടി 1-2 വർഷം നീളുന്ന ഒരു ഷോർട്ട് ടേം പ്രൊജക്ടിന് വേണ്ടിയും ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെടാം. ഏതാനും ചില ജോയിന്റ് വെഞ്ചറിന്റെ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ താഴെ ചിത്രങ്ങളിൽ കാണുന്ന ഒന്ന് AVI ഓയിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അത് ബാമർ ലോറി ആൻഡ് കമ്പനി ലിമിറ്റഡും നൈക്കോ SA ഫ്രാൻസും തമ്മിലുള്ള ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനിയാണ്. രണ്ടാമത്തേതാണ് ഗ്രീൻ ഗ്യാസ് ലിമിറ്റഡ്. അത് ഗെയിൽ ഇന്ത്യ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡും IOCLും തമ്മിലുള്ള ജോയിന്റ് വെഞ്ചർ ആണ്. മൂന്നാമത്തെ ഒരെണ്ണമാണ് ഡൽഹി ഏവിയേഷൻ ഫ്യൂവൽ ഫെസിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ്. BPCLും ഡിയാലും തമ്മിലുള്ള ഒരു ജോയിന്റ് വെഞ്ചർ ആണ് ആ കമ്പനി. Joint venture is the pooling of resources and expertise by 2 or more businesses to achieve a particular goal. രണ്ടോ അതിലധികമോ ബിസിനസ്സുകൾ അവരുടെ റിസോഴ്സസ് പൂൾ ചെയ്യുന്നു, എക്സ്പെർട്ടൈസ് പൂൾ ചെയ്യുന്നു. ഓക്കെ, ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി ഇങ്ങനെ അവരുടെ റിസോഴ്സും എക്സ്പെർട്ടൈസും പൂൾ ചെയ്യുന്നതിനാണ് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ദ റീസൺ ബിഹൈൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ്, എന്തിനായിരിക്കും ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെടുന്നത്? ഒന്ന്, ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയാണ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ജോയിന്റ് വെഞ്ചർ. രണ്ട്, ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ്, പുതിയ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഒരു ഇടയ്ക്ക് ഇറങ്ങി അവസാനം നിർത്തിക്കളഞ്ഞ ഒരു വാഹനമുണ്ട്, മൾട്ടിക്സ് എന്ന ഒരു 4 ചക്രം ഉള്ള ഓട്ടോറിക്ഷ പോലത്തെ ഒരു വാഹനം നിങ്ങൾ കണ്ടിട്ടുണ്ട്, മൾട്ടിക്സ്. ഇടയ്ക്ക് പോളാർ 2 കമ്പനികൾ ജോയിൻ ചെയ്ത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയ ഒരു വാഹനമാണ്. പക്ഷേ അത് സക്സസ് ആകുന്നതുകൊണ്ട് അവർ നിർത്തിക്കളഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെടാം. ഏഷ്യറും പോളാരിസ് കമ്പനിയും തമ്മിൽ ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഉൽപ്പന്നമാണ്, ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് മൾട്ടിക്സ്. അതുപോലെ മൂവിങ് ഇൻ ടു ന്യൂ മാർക്കറ്റ്സ്, പുതിയൊരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനും ഈ ജോയിന്റ് വെഞ്ചർ ഉപയോഗിക്കാം. ഓക്കെ, ദെൻ ഒന്നുകൂടി പറയാം. ദ റീസൺ ബിഹൈൻഡ് ജോയിന്റ് വെഞ്ചർ ഇൻക്ലൂഡ് ബിസിനസ് എക്സ്പാൻഷൻ, ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ് ഓർ മൂവിങ് ഇൻ ടു ന്യൂ മാർക്കറ്റ്സ്. റീസൺ ബിഹൈൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് 3 റീസൺസ് ആണ്. ഒന്ന്, ബിസിനസ് എക്സ്പാൻഷൻ. 2, ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ്. 3, മൂവിങ് ഇൻ ടു ന്യൂ മാർക്കറ്റ്സ്. Then there are 2 types of joint ventures: contractual joint venture and equity based joint venture. Let's see what is contractual joint ventures. In contractual joint venture, a new jointly owned entity is not created. ഒരു പുതിയ ബിസിനസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. 2 ബിസിനസ്സുകൾ എഗ്രി ചെയ്യുന്നു, അവർ ഒരുമിച്ച് ഒരു ബിസിനസ് നടത്തുന്നു. അവര് മൂന്നാമതൊരു ബിസിനസ്സിനെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത്തരത്തിലുള്ള ജോയിന്റ് വെഞ്ചറിനെയാണ് കോൺട്രാക്ച്വൽ ജോയിന്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ദർ ഈസ് ഓൺലി ആൻ എഗ്രിമെന്റ് ടു വർക്ക് ടുഗദർ. ഒരുമിച്ച് ജോലി ചെയ്യാം എന്ന ഒരു എഗ്രിമെന്റ്, ഒരുമിച്ച് ബിസിനസ് നടത്താം എന്ന ഒരു എഗ്രിമെന്റ് മാത്രമേ ഉള്ളൂ. അവിടെ പുതിയൊരു ബിസിനസ് അവർ ഫോം ചെയ്യുന്നില്ല. 2 or more parties have a common intention of running a business. ഒരു ബിസിനസ് നടത്താൻ ഉള്ള പൊതുവായ ലക്ഷ്യം. 2, ഈച്ച് പാർട്ടി ബ്രിങ്സ് സം ഇൻപുട്സ്. ഓരോരുത്തരും അതിന് ആവശ്യമായ ഇൻപുട്സ്, ക്യാപിറ്റല്, ടെക്നോളജി തുടങ്ങിയ ഇൻപുട്സ് ഓരോ പാർട്ടിയും കോൺട്രിബ്യൂട്ട് ചെയ്യും. Then both parties exercise some control on the business. Each party have control on the business. അപ്പോൾ ഒന്ന് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഈ കോൺട്രാക്ച്വൽ ജോയിന്റ് വെഞ്ചേഴ്സിൽ മൂന്നാമത് ഒരു എൻറ്റിറ്റിയോടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ സെക്കൻഡ് ഈസ് എക്വിറ്റി ബേസ്ഡ് ജോയിന്റ് വെഞ്ചേഴ്സ്. ഇവിടെ ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെടുമ്പോൾ ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെടുന്ന 2 കമ്പനികൾ ചേർന്ന് മൂന്നാമത് ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനി ഫോം ചെയ്യും. Okay, in equity-based joint ventures, a new jointly owned entity is created by 2 or more parties. Joint venture ഏർപ്പെടുന്ന 2 കമ്പനികൾ ചേർന്ന് മൂന്നാമത് മറ്റൊരു കമ്പനി ഫോം ചെയ്യുന്നു.
മുൻപുണ്ടായിരുന്ന ഹീറോ ഹോണ്ട എക്സാമ്പിളായിട്ട് എടുത്താൽ, ഹീറോ എന്നത് ഒരു കമ്പനിയാണ്, ഹോണ്ട എന്നത് മറ്റൊരു കമ്പനിയാണ്. ഇവർ ജോയിൻ ചെയ്തപ്പോൾ ഹീറോ ഹോണ്ട എന്ന മൂന്നാമത്തെ ഒരു കമ്പനി ഫോം ചെയ്തു. ഓക്കെ, പിന്നീട് അവരെന്ത് ചെയ്തു? ഈ ഹീറോ ഹോണ്ടയെ വൈൻഡപ്പ് ചെയ്തു. ഓക്കെ, വൈൻഡപ്പ് ചെയ്ത് വീണ്ടും അവർ ബിസിനസ് സെപ്പറേറ്റ് ആയിട്ട് നടത്താൻ തുടങ്ങി. അപ്പോൾ ഇതുപോലെ മൂന്നാമതൊരു കമ്പനി ഫോം ചെയ്യുന്ന തരത്തിലുള്ള ജോയിന്റ് വെഞ്ചറിനെയാണ് equity based joint ventures എന്ന് പറയുന്നു. So there is an agreement to create a new entity. There is shared ownership by the parties involved. അതിന്റെ ഓണർഷിപ്പ് ഷെയർ ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് ഷെയർ ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അവർ ഷെയർ ചെയ്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദേ ഓൾസോ ഷെയർ ദ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് അക്കോർഡിംഗ് ടു എഗ്രിമെന്റ്. ഓക്കെ, ഇപ്പൊ രണ്ട് തരത്തിലുള്ള ജോയിന്റ് വെഞ്ചേഴ്സ്: കോൺട്രാക്ച്വൽ ജോയിന്റ് വെഞ്ചർ, equity based joint ventures. Then joint വെഞ്ചറിന്റെ ബെനിഫിറ്റ്സ്. ഒന്നാമത്തത് ഇൻക്രീസ്ഡ് റിസോഴ്സസ് ആൻഡ് കപ്പാസിറ്റി. ജോയിന്റ് വെഞ്ചർ കമ്പനി ക്യാൻ ഗ്രോ മോർ ക്വിക്ലി ആൻഡ് എഫിഷ്യന്റ്. പെട്ടെന്ന് അവർക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ദേ ക്യാൻ പൂൾ ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. ദേ ആർ ഏബിൾ ടു ഫേസ് മാർക്കറ്റ് ചാലഞ്ചസ് ആൻഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, സോ ദേ ഹാവ് ഇൻക്രീസ്ഡ് റിസോഴ്സസ് ആൻഡ് കപ്പാസിറ്റി. രണ്ടാമത്തത് ആക്സസ് ടു ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ്. ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെടാനുള്ള മറ്റൊരു കാരണം പുതിയ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുക, പുതിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ ഒരു കാരണം നമ്മൾ പഠിച്ചത്. When new business enters into joint venture agreement with a partner in a foreign country, it opens up a vast growing market. ഒരു വിദേശ രാജ്യത്തെ ഒരു കമ്പനിയുമായി ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെടുമ്പോൾ ആ വിദേശ രാജ്യത്തെ മാർക്കറ്റ് ഈ കമ്പനിക്ക് ഓപ്പൺ ചെയ്ത് കിട്ടുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ സെക്കൻഡ് അഡ്വാൻറ്റേജ്. ദെൻ തേർഡ് അഡ്വാൻറ്റേജ്, ആക്സസ് ടു ടെക്നോളജി. ടെക്നോളജി ഈസ് എ മേജർ ഫാക്ടർ ഫോർ മോസ്റ്റ് ബിസിനസ്സസ് ടു എൻ്റർ ഇൻ ടു ജോയിന്റ് വെഞ്ചേഴ്സ്. ഇപ്പോൾ ടെക്നോളജിക്കലി ബാക്ക്വേർഡ് ആയ രാജ്യങ്ങൾക്ക് ഒരു വിദേശ കമ്പനിയുമായി ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെടുമ്പോൾ ആ വിദേശ കമ്പനിയുടെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കാൻ, അതുപോലെ സുപ്പീരിയർ ക്വാളിറ്റി പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായ ഒരു ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ദാറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് റിഡ്യൂസസ് കോസ്റ്റ് ഓൾസോ. ദെൻ ഫോർത്ത് അഡ്വാൻറ്റേജ് ഈസ് ഇന്നോവേഷൻ. ജോയിന്റ് വെഞ്ചേഴ്സ് അലോ ബിസിനസ്സസ് ടു കം അപ്പ് വിത്ത് സംതിങ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഫോർ ദ സെയിം മാർക്കറ്റ്. പുതിയ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ ജോയിന്റ് വെഞ്ചറിലൂടെ കഴിയും. ദെൻ ഫിഫ്ത്ത്, ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ചെലവ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ. ചില രാജ്യങ്ങളിൽ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവാണ്, വേജ് റേറ്റ് കുറവാണ്. ഓക്കെ, റിസോഴ്സസിന്റെ കോസ്റ്റ് കുറവാണ്. മറ്റ് സമ്പന്ന രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെലവ് കുറവാണ്, വളരെ കുറഞ്ഞ ചെലവിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ഓക്കെ, ഈ ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെട്ടാൽ കിട്ടാവുന്ന മറ്റൊരു അഡ്വാൻറ്റേജ്. So they are able to get quality products for their global requirements. Then last, established brand name. When two businesses enter into joint ventures, one of the parties benefits from the other's goodwill. Okay, ഒരു പാർട്ടിക്ക് മറ്റേ കമ്പനിയുടെ സൽപ്പേര് അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് ഉപയോഗിക്കുന്നതിലുള്ള ബെനിഫിറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, എസ്റ്റാബ്ലിഷ്ഡ് brand. So these are the advantages of entering into joint ventures. Then last topic in this chapter is public-private partnership. ഇത് ഈ അടുത്ത കാലത്ത് നമ്മൾ വളരെ ഫെമിലിയർ ആണ്. കേന്ദ്ര ഗവൺമെന്റ് ചില തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ ഒക്കെ പ്രൈവറ്റ് പാർട്ട്നേഴ്സിന് വിട്ടുകൊടുക്കുന്നുണ്ട്. അതിന്റെ വികസനവും നടത്തിപ്പും പ്രൈവറ്റ് പാർട്ട്നേഴ്സിന് വിട്ടുകൊടുക്കുന്നുണ്ട്. അത് അതിന്റെ ഓണർഷിപ്പ് പൂർണ്ണമായും കൊടുക്കുന്നതല്ല. നിശ്ചിത വർഷത്തേക്ക് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ബേസിൽ അത് ആ തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ വികസിപ്പിക്കാനുള്ള റൈറ്റ്, വികസിപ്പിക്കുന്നതിന്റെ പ്രതിഫലമായിട്ട് അവർക്ക് കൊടുക്കുന്നത് അതൊരു നിശ്ചിത വർഷത്തേക്ക് നടത്തി ഓപ്പറേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആണ്. ഓക്കെ, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഇത് പ്രധാനമായും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് ഈ PPP മോഡൽ
ഉപയോഗിക്കുന്നത്. ഓക്കെ, അടിസ്ഥാന സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, റോഡ്സ്, ബ്രിഡ്ജസ്, എയർപോർട്ട്സ്, തുറമുഖങ്ങൾ ഒക്കെ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. Okay, the public partner in PPP is the government entities. Okay, so PPP is defined as relationship between public and private entities in the context of infrastructure and other services. അടിസ്ഥാന സൗകര്യ വികസനത്തില് മറ്റ് സേവനങ്ങളിൽ പബ്ലിക് എൻറ്റിറ്റിയും പ്രൈവറ്റ് എൻറ്റിറ്റിയും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ PPP അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർ PPP മോഡൽ പബ്ലിക് സെക്ടർ plays an important role and ensures that the social obligations are fulfilled and sector reforms and public investment are successfully met. ഇപ്പോൾ ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ, ഈ PPP-യിൽ ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് സം അസറ്റ്സ്, ചില ലാൻഡ്, തുറമുഖങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കുകയാണ്. അദാനിക്ക് ചില തുറമുഖങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്, എയർപോർട്ടുകൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം എയർപോർട്ടിന്റെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നത് നിങ്ങൾക്ക് ഫെമിലിയറാണ്. ഓക്കെ, അപ്പൊ ഇത് ചില തുറമുഖങ്ങൾ അസറ്റ് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇതാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഓക്കെ, then in addition to social responsibility and environmental awareness, then private sector's role in the partnership is to make use of the expertise in operations, managing tasks and innovation to run the business efficiently. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ ചെയ്യേണ്ടത് എന്താണ്? They have to develop the project, കൂടുതൽ വികസിപ്പിക്കുക, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് അത് നടത്തിക്കൊണ്ടുപോകും. ഓക്കെ, ദിസ് ഈസ് ദ റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ. ഓക്കെ, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, നമ്മൾ 3rd ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് 3 ചാപ്റ്ററുകൾ കഴിഞ്ഞു. ഇതുവരെ നമ്മളൊരു പരീക്ഷ നിങ്ങൾക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. അടുത്തയാഴ്ച നിങ്ങൾക്ക് ഒരു പരീക്ഷ, ഈ പഠിച്ച 3 ചാപ്റ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷ ഇടുന്നതാണ്. ശ്രദ്ധാപൂർവം ക്ലാസ്സുകൾ കണ്ട് നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. ഓക്കെ, നിങ്ങൾക്കിടുന്ന ആദ്യത്തെ പരീക്ഷയാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം മോശമാകാൻ പാടില്ല. നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. ഓക്കെ, താങ്ക് യു.